ജംഗിൾ ബുക്ക് ഫാമിലെ മൃഗങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഈ ഒറ്റക്കണ്ണം കടുവയ്ക്ക് ജനങ്ങൾ ഇതിനോടകം ഒരു പേര് നൽകിയിരുന്നു, ഷേർഖാൻ. കെണി കൊണ്ടുപോകാൻ അന്ന് കെണി ഇവിടെ കൊണ്ടുവന്ന അതേ വാഹനം തന്നെ എത്തി. ഇനി കെണി റോഡിലേക്ക് എത്തിക്കണം. മാസങ്ങൾക്ക് മുമ്പ് കെണി ഇവിടെ എത്തിച്ച വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്ന് ഒരുപാട് പേർ ചോദിച്ച ചോദ്യം, കടുവ കെണിയിൽപ്പെട്ടാൽ അത് എങ്ങനെ തിരികെ കൊണ്ടുപോകുമെന്ന്. അതിനുള്ള ഉത്തരമാണിത്. ഒരുമിച്ച് നിന്നാൽ എന്തും നേടാം. കെണിയുടെ ഇരുവശങ്ങളിലും കയർ കിട്ടി. അവിടെ നിന്നവർ എല്ലാവരും കയർ പിടിച്ചു, വലിച്ചു തുടങ്ങി. പകുതി വഴി കെണി എത്തിച്ചു. പക്ഷേ ഒരു ചെറിയ തോട് കടക്കണം. അന്ന് കെണിക്ക് ഭാരം കുറവായിരുന്നു. ഇന്ന് അതിൽ ഈ നാടിനെ വിറപ്പിച്ച കടുവയുണ്ട്. അപ്പോഴാണ് JCB എത്തുന്നത്. അടഞ്ഞുകിടക്കുന്ന വഴികൾ തെളിച്ച് JCB തോടിനടുത്തെത്തി. കെണി സുഖമായി കടക്കാവുന്ന വിധം വഴിയൊരുക്കി. ശേഷം ഒത്തൊരുമയുടെ കാടും തോടും താണ്ടി കെണി വലിക്കുന്ന ജനങ്ങളെ നോക്കി JCB മാറി നിന്നു. അല്പനേരത്തെ പരിശ്രമത്തിനൊടുവിൽ മുക്കാൽ ഭാഗവും കെണിയെത്തി. ഇനിയാണ് കഠിനമായ ഘട്ടം. മുട്ടോളം താഴ്ന്ന ചെളിക്കുണ്ട്. ചെളിയിലിറങ്ങാൻ ജനങ്ങളും വനപാലകരും തയ്യാറായി. പക്ഷെ കെണി അവിടെ പുതഞ്ഞാൽ വലിയ പ്രശ്നമാകും. അപ്പോഴാണ് JCBയുടെ റീ എൻട്രി. അവന്റെ കയ്യിൽ കയറുകൾ കെട്ടാനൊരുങ്ങി ജനങ്ങളും വനപാലകരും. ശേഷം ചെളി തെറിപ്പിച്ച് തലയെടുപ്പോടെ അവൻ മുന്നോട്ട് നീങ്ങി. നിമിഷങ്ങൾക്കകം കെണി റോഡിനടുത്തെത്തി. വലിയ ജനക്കൂട്ടം അവിടെ കാത്തു നിന്നിരുന്നു. ഉള്ളിൽ ഭയവും കണ്ണുകളിൽ ആകാംക്ഷയും നിറച്ച് മറച്ചുകെട്ടി കെണിക്കുള്ളിലേക്ക് തങ്ങളുടെ കാഴ്ചയെത്തിക്കാൻ എല്ലാവരും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വാഹനത്തിൽ കയറ്റിയിട്ട് ജനങ്ങളെ കാണിക്കാമെന്ന് വനപാലകർ പറഞ്ഞു. ജനം അക്ഷമരായി കാത്തുനിന്നു. വണ്ടിയുടെ മുകളിൽ കയറി ഉദ്യോഗസ്ഥർ കയർ വലിച്ചു തുടങ്ങി. പതിയെ പതിയെ കടുവ വാഹനത്തിലേക്ക്. ഇനി എല്ലാ വശങ്ങളും കെട്ടിയുറപ്പിക്കും. വനപാലകർ അതിനുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകളും ജനങ്ങളുടെ കണ്ണുകളും എല്ലാം ഒന്നായി അവനിലേക്കായിരുന്നു. കുട്ടികളും സ്ത്രീകളും എല്ലാവരും അവനെ കാണാൻ കാത്തുനിന്നു. കാണിക്കില്ലെന്നറിഞ്ഞപ്പോൾ ജനങ്ങൾ ബഹളം വെച്ചു തുടങ്ങി. തങ്ങളെ കാണിക്കാത്ത ഈ വാഹനം ഒരടി മുന്നോട്ട് നീങ്ങില്ല എന്ന വാക്കിൽ ജനങ്ങൾ ഉറച്ചു നിന്നു.